ഹലോ എവ്രി വൺ, നമുക്ക് ഇന്നൊരു ഡൂഡിൽ ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അത് വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാം, പേജ് ഫുള്ളായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനൊരു സ്കെച്ച് കൊണ്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾക്ക് പെണ്ണുകൊണ്ട് വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ വളഞ്ഞ് വരുന്ന തരത്തിൽ ഇതിൽ കാണുന്ന പോലെ കുറച്ച് ലൈൻസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലൈൻസ് നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ ഒരു 5-6 ആ ഒരു തരത്തിലുള്ള ലൈൻസാണ് ഇടുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ലൈൻസ് ഇടുക. അതിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞുള്ള കുറച്ച് ലൈൻസ് വരയ്ക്കുക. ഇതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലിങ്ങനെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്ട്രാ ഇങ്ങനെ സൈഡിൽ നമുക്ക് ഗ്യാപ്സ് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഇല്യൂഷൻ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഡൂഡിൽ ആർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ലൈൻസ് വരയ്ക്കുക. ഇങ്ങനെ വളഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ്. സോ ആക്ച്വലി നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സാധനമായിരിക്കും നമുക്ക് അവസാനം കിട്ടുന്നുണ്ടായിരിക്കുക കേട്ടോ. സോ ഇങ്ങനെ ലൈൻസിൻ്റെ അറ്റത്ത് ഇങ്ങനെ വളഞ്ഞ് വരയ്ക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള റൂൾസ് ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്നതിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു അറ്റം എത്തുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ലൈൻസ് വരയ്ക്കുക. ഇങ്ങനെ ഇടയിൽ ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എവിടെ നിന്ന് വേണമെങ്കിലും ലൈൻസ് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ലൈൻസ് വരച്ച് വയ്ക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്കിത് പെണ്ണുകൊണ്ടും ചെയ്യാം. ഞാനിവിടെ കുറച്ച് കട്ടിയായിട്ടിരുന്നോട്ടെ എന്നുള്ളതുകൊണ്ടാണ് സ്കെച്ച് എടുത്ത് മാർക്കറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ടൈമൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡൂഡിലാണിത്. നമ്മളിതിന് മുന്നേയും കുറച്ച് ഡൂഡിൽസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മളൊരു ഡൂഡിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ചാനൽ അവൈലബിൾ ആണ്. സോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കണേ. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കാതിരിക്കുക കേട്ടോ. നിങ്ങൾ പലരും ലൈക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഡൂഡിൽ ആകെ എത്ര മാത്രമേ ഈ പാറ്റേണിൽ നമുക്ക് ചെയ്യാനുള്ളൂ. കുറച്ച് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കുറേ വരകളുള്ള പോലെയാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുക കേട്ടോ. സോ ഇങ്ങനെ അറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വരയ്ക്കണം അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ലൈൻസ് വരയ്ക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലൈൻസ് വരയ്ക്കാൻ തോന്നുന്നത് അവിടെ നിന്ന് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് ലൈനിൻ്റെ അറ്റാവുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടുള്ള ലൈൻസ് വരയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇടയിലൊക്കെ കണ്ടില്ലേ ഇതുപോലെ ഗ്യാപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ലൈൻസ് വരച്ചിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ വളഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞോളും. ഓക്കെ, അതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് ലൈൻസ് വരച്ച് നമ്മളത് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നില്ലേ? കുറേ ലൈൻസ് അങ്ങനെ ഏതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ കയറൊക്കെ ഇട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പോലെ നമുക്ക് തോന്നില്ലേ? സോ അതേപോലുള്ള ഒരു ഡൂഡിൽ ആർട്ടാണിത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഡൂഡിൽ ആർട്സ്. ആക്ച്വലി എല്ലാം തന്നെ വളരെ ഈസി ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഉള്ളത്. നമ്മളുടെ ബോറടി മാറ്റാനും നമുക്ക് ഓവർ തിങ്കിങ് ഒക്കെ ഇല്ലാണ്ടാക്കാനും നമ്മളുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് റിലീവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നതും. അതേപോലെ തന്നെ ക്രാഫ്റ്റുകൾ, ഒറിഗാമി എന്ന് പറയുന്നതും കേട്ടോ. സോ അതിൻ്റെയും കുറച്ച് വീഡിയോസ് നമ്മളുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാർട്ട് ആഡ് ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. സോ ഇതിൽ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലൈൻസ് വരയ്ക്കുക. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എങ്ങോട്ടാണോ വരയ്ക്കാൻ തോന്നുന്നത് അതിനനുസരിച്ച് വരയ്ക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വരയ്ക്കുക, ഒരുപാട് അടുപ്പിച്ച് വരയ്ക്കാതിരിക്കുക. കാരണം ഇടയിലിടയിൽ ഈ വെള്ള പോർഷൻ നമുക്ക് കാണണം, എന്നാലേ കുറച്ച് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഒരുപാട് ഗ്യാപ്പ് ഇട്ടും വരയ്ക്കാതിരിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം വരച്ച് തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളുടെ ആ സമയത്ത് ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതെങ്ങനെയാണ് ഇതിൻ്റെ അവസാനം വരാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ ഏകദേശം നല്ല ഭംഗിയുള്ള ഒരു ആർട്ടായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം എല്ലാവിടേക്കും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെ നിന്നാണ് എൻഡ് ചെയ്തത് എന്ന് പോലും അറിയാത്ത ഒരു ഇല്യൂഷൻ ടൈപ്പ് ഓഫ് വർക്കാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇങ്ങനെ ഒരു വർക്ക്, ഫിനിഷ്ഡ് വർക്ക് കാണിച്ചിട്ട് ഇതെങ്ങനെയാണ് വരച്ചത് എന്ന് വേറൊരാളോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരയ്ക്കാൻ അറിയാത്ത ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, എവിടെ നിന്നാണ് ഇത് എൻഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് വരച്ചത് എന്നുള്ളത് പോലും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആർട്ടാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.